നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡാറ്റാസെറ്റ് ഒബ്ജക്റ്റ് മോഡൽ. ഓക്കെ, ഇതും എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന ഒരു സെക്ഷനാണ്. ആസ് വി ഡിസ്കസ്ഡ് earlier, datasets are virtual database and containing tables, rows and columns. ഓക്കെ, ഡാറ്റാസെറ്റ് എന്ന് പറയുന്നത് വെർച്വൽ ഡാറ്റാബേസ് ആണ്. അതിനകത്ത് ടേബിൾസ് ഉണ്ടാവും, റോൾസ് ഉണ്ടാവും, റോസ് ഉണ്ടാവും, കോളംസ് ഉണ്ടാവും. ഓക്കെ, ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് ഇൻ എ ഹൈറാർക്കിക്കൽ ഒബ്ജക്റ്റ് മോഡൽ ഓഫ് ടേബിൾസ്, റോസ്, കോളംസ്, കൺസ്ട്രെയിൻസ് ആൻഡ് റിലേഷൻഷിപ്സ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഡാറ്റാസെറ്റ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ടേബിൾസ് ആൻഡ് ദെയർ റിലേഷൻഷിപ്സ് ആണ് എന്നുള്ള കാര്യം. Dataset has its own collection objects. They are data tables and data relations collection. Okay, then the objects are listed below. Figure 7.2 ആണ് dataset object മോഡലിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഡാറ്റാസെറ്റിനകത്ത് ടേബിൾസും ഉണ്ട്, ടേബിൾസ് കളക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ റിലേഷൻസ് കളക്ഷനും ഉണ്ട്. ഇനി ടേബിളിനകത്ത് കോളംസ് ഉണ്ടാവും, റോസ് ഉണ്ടാവും, അതുപോലെ തന്നെ കൺസ്ട്രെയിൻസ് ഉണ്ടാവും. കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് എൻഫോഴ്സ് ലിമിറ്റ്സ് ടു ദി ഡാറ്റ ദാറ്റ് ക്യാൻ ബി ഇൻസേർട്ടഡ്, അപ്ഡേറ്റഡ് ഓർ ഡിലീറ്റഡ് ഫ്രം എ ടേബിൾ. ഇപ്പോൾ ഒരു ടേബിളിനകത്ത് നിന്ന് ടേബിളിനകത്തോട് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ആ കണ്ടീഷൻസിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുക. ദെൻ ഫസ്റ്റ് പാർട്ടാണ് ഡാറ്റ ടേബിൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഒബ്ജക്റ്റ്, ഓക്കെ, ഡാറ്റാസെറ്റ് ഒബ്ജക്റ്റ് ആണ് ഡാറ്റ ടേബിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ടേബിൾ ഇൻ ദി കളക്ഷൻ. ഈച്ച് ഡാറ്റ ടേബിൾ കൺസിസ്റ്റ് ഓഫ് ബോത്ത് എ റോസ് കളക്ഷൻ ആൻഡ് കോളംസ് കളക്ഷൻ. റോസ് കളക്ഷൻ കണ്ടെയ്ൻസ് ദി ഡാറ്റ റോ ഒബ്ജക്ട്സ് ഡിപ്പിക്റ്റിംഗ് എ റോ ഓർ എ ഡാറ്റ റെക്കോർഡ് ഇൻ ദി ടേബിൾ. Then column collection represents the schema information about the columns in the row. A data table also contains a constraint table. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഡാറ്റ ടേബിളിനകത്ത് കോളംസ് ഉണ്ടാവും, റോസ് ഉണ്ടാവും, കൺസ്ട്രെയിൻസിൻ്റെ കളക്ഷൻ ഉണ്ടാവും. റോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ദെൻ കോളം എന്ന് പറഞ്ഞാൽ കോളം കളക്ഷനകത്ത് മെയിനായിട്ടും ഒരു റോയിലുള്ള കോളത്തിൻ്റെ സ്കീമ ഇൻഫർമേഷനാണ്, അതായത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫോമാറ്റ് ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ കൺസ്ട്രെയിൻ കളക്ഷനകത്ത് ഈ കറസ്പോണ്ടിങ് ടേബിളിനകത്ത് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ വേണ്ട കൺസ്ട്രെയിൻസിനെ ബേസ് ചെയ്ത് അല്ലെ കണ്ടീഷൻസിൻ്റെ കളക്ഷനാണ് കൺസ്ട്രെയിൻസ് കളക്ഷൻ എന്ന് പറയുക. ഇനി ഡാറ്റ ടേബിളിൻ്റെ പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ്സ്, ഇത് എളുപ്പമാണ്, ജസ്റ്റ് വായിച്ച് നോക്കിയാൽ അറിയാം എന്താണ് ഓരോ പ്രോപ്പർട്ടി അല്ലെ മെത്തേഡും എന്നുള്ളത്. കോളം എന്ന് പറഞ്ഞാൽ റിട്രീവ്സ് ദി കോളംസ് ഫ്രം ടേബിൾ. റോ പ്രോപ്പർട്ടി നമ്മൾ റോ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഗെറ്റ് ദി റോസ് ഇൻ ദി ടേബിൾ. ദെൻ ഡാറ്റാ സെറ്റ് റെഫേഴ്സ് ദി ഡാറ്റാ സെറ്റ് ദാറ്റ് ദിസ് ടേബിൾ ബിലോങ്സ് ടു. നമ്മൾ എടുത്തിരിക്കുന്ന ടേബിൾ ഏത് ഡാറ്റാ സെറ്റിലാണ് ബിലോങ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. ദെൻ ടേബിൾ നെയിം, ഗെറ്റ് ഓർ സെറ്റ് ദി നെയിം ഓഫ് ദി ടേബിൾ. ക്ലിയറിംഗ് ഓഫ് ദി ഡാറ്റ ഇൻ ദി ടേബിൾ. ന്യൂ റോ, ക്രിയേറ്റിംഗ് ദി ന്യൂ റോ. സെലക്ട് റെഫേഴ്സ് ദി അറേ ഓഫ് റോസ്. ഓക്കെ, ഒന്നിൽ കൂടുതൽ റോസ് നമുക്ക് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ഡാറ്റ റോ ആൻഡ് ഡാറ്റ കോളം. ഡാറ്റ സെറ്റ് ഒബ്ജക്റ്റ് മോഡലിനകത്ത് രണ്ടാമത്തെ ആളാണ് ഡാറ്റ റോ ആൻഡ് ഡാറ്റ കോളം എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി റോ ആൻഡ് കോളംസ് ഓഫ് എ ടേബിൾ. ഓക്കെ, ദെൻ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ്സിൽ പറഞ്ഞിരിക്കുന്നത് ഐറ്റം റിട്രീവ്സ് ഓർ സ്റ്റോഴ്സ് ദി ഡാറ്റ ഇൻ എ സ്പെസിഫൈഡ് കോളം. ഒരു സ്പെസിഫൈഡ് കോളത്തിനകത്തെ ഡാറ്റാനെ ഒന്നെങ്കിൽ റിട്രീവ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനോ വേണ്ടിയിട്ടാണ് നമ്മൾ ഐറ്റം എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുക. ദെൻ റോ സ്റ്റേറ്റ്, കറണ്ട് സ്റ്റേറ്റ് ഓഫ് ദി റോ നമുക്ക് റിട്രീവ് ചെയ്ത് തരും. കോളം നെയിം ഓഫ് ദി കോളം, കോളത്തിൻ്റെ ഒരു പർട്ടിക്കുലർ കോളത്തിൻ്റെ നെയിം നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാം. ടേബിൾ റെഫേഴ്സ് ദി ടേബിൾ ദാറ്റ് ദി റോ ആൻഡ് കോളം ബിലോങ് ടു. റീഡ് ഓൺലി, സെറ്റ് ദി കോളം റീഡ് ഓൺലി. ഡിലീറ്റ്സ് ദി പർട്ടിക്കുലർ റോ. ബിഗിൻ എഡിറ്റ്, ബിഗിനിങ് ഓഫ് ദി എഡിറ്റ് ഓപ്പറേഷൻ. എൻഡ് എഡിറ്റ്, എൻഡ് ഓഫ് ദി എഡിറ്റ് ഓപ്പറേഷൻ. ദെൻ ടു സ്ട്രിംഗ് എക്സ്പ്രഷൻ വാല്യൂ ഫോർ ദി കോളം. കോളത്തിൻ്റെ എക്സ്പ്രഷൻ വാല്യൂ നമുക്ക് റിട്രീവ് ചെയ്യണമെന്നെങ്കിൽ ടു സ്ട്രിംഗ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡാറ്റ റിലേഷൻസ്. ഡാറ്റ സെറ്റ് ഒബ്ജക്റ്റ് മോഡലിലെ തേർഡ് പാർട്ടിസിപ്പൻ്റ് ആണ്, തേർഡ് ഒബ്ജക്റ്റ് ആണ് ഡാറ്റ റിലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ടേബിൾസ് ഇൻ ദി ഡാറ്റാ സെറ്റ്. ഡാറ്റാ സെറ്റിനകത്ത് ഒന്നിൽ കൂടുതൽ ടേബിൾസ് ഉണ്ടാവും, ആ ടേബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്സ് കണ്ടെയ്ൻ ചെയ്യുന്നതാണ് ഡാറ്റ റിലേഷൻസ് എന്ന് പറയുന്നത്. ദെൻ ഡാറ്റ റിലേഷൻ്റെ പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ്സ് വൺ ബൈ വൺ നോക്കാം. റിലേഷൻ നെയിം ഓഫ് ദി റിലേഷൻ ബിറ്റ്വീൻ ടേബിൾസ്. ഡാറ്റാ സെറ്റ് റിട്രീവ്സ് ദി ഡാറ്റാ സെറ്റ്. ദി റിലേഷൻ ഈസ് contained. Then parent table refers the parent table of the relation.
Child table refers the child table of the relation. Then next വരുന്നത് namespaces in ADO.NET. ഇത് നമ്മൾ ഓൾറെഡി ഒന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്. നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസിനെ അല്ലെങ്കിൽ പ്രൊവൈഡേഴ്സിനെ ഒക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ കോഡ് ചെയ്യുന്നിടത്ത് നമുക്ക് നെയിംസ്പേസുകൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറച്ച് നെയിംസ്പേസുകൾ ഒരു 4 എണ്ണം ഒരു നമ്പർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്താന്ന്. ഫസ്റ്റ് വൺ ആണ് system.data. It consists of classes for manipulating our data and we can represent the data logically. Okay. Then it also enables the user to view and share data by using XML. Then രണ്ടാമത്തേത് system.data.oledb. It is a collection of classes for accessing the data sources such as Oracle, Access and SQL Server. Okay. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. നേരത്തെ തന്നെ ഇതെല്ലാം കണ്ടത് തന്നെയാണ്. OLEDB ഡാറ്റാ സോഴ്സുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല ഒറാക്കിൾ, MS Access, SQL Server ഈ ഡാറ്റാ സോഴ്സുകളൊക്കെ ആണെങ്കിൽ അവരെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്ലാസ്സുകൾ ആവശ്യമാണ്. അത് പ്രൊവൈഡ് ചെയ്യുന്ന നെയിംസ്പേസ് ആണ് system.data.oledb എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ് കണക്ഷൻ ബിറ്റ്വീൻ dataset and databases. Then next system.data.common. It consists of classes that can be shared by all the .NET framework providers. Okay. അപ്പം .NET frameworkൽ ഉള്ള പ്രൊവൈഡേഴ്സിനെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്ലാസ്സുകളാണ് എവിടെയുള്ളത് system.data.common എന്ന് പറയുന്ന നെയിംസ്പേസിനകത്തുള്ളത്. ആ കോമൺ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ പേരിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാം. These classes are providing the flexibility for the developers to write a code that will work with all .NET framework data providers. Okay. ഇപ്പോൾ ഡാറ്റ പ്രൊവൈഡേഴ്സ് നമ്മൾ പറഞ്ഞു OLEDB ഉണ്ട്, അതുപോലെ തന്നെ SQL ഡാറ്റ പ്രൊവൈഡർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ. അപ്പോൾ അങ്ങനെ ഉള്ള എല്ലാ പ്രൊവൈഡേഴ്സിനും .NET ഫ്രെയിംവർക്കിലുള്ള എല്ലാ പ്രൊവൈഡേഴ്സിനും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കോഡ് നമുക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്ലാസ്സുകൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ആ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന നെയിംസ്പേസ് ആണ് system.data.common എന്ന് പറയുക. ദെൻ ലാസ്റ്റ് ഒരു കാര്യം കൂടെ അവർ പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് നെയിംസ്പേസ് ആണ് system.data.sql client. It provides managed provider for SQL server. Okay. It is built on tabular data stream to increase the performance. It consists of classes for error handling and connection pooling. Okay. അപ്പോൾ ഇത് മെയിൻ ആയിട്ടും SQL സെർവറിനുള്ള പ്രൊവൈഡറാണ്. പ്രൊവൈഡറിനെ പ്രൊവൈഡ് ചെയ്യുന്നയാളാണ് ഏത് നെയിംസ്പേസ് SQL ക്ലയൻറ്റ് എന്ന് പറയുന്ന നെയിംസ്പേസ്. ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ടാബുലാർ ഡാറ്റാ സ്ട്രീമിലാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ. ടാബുലാർ ഡാറ്റാ സ്ട്രീം എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ ലെയർ ആണ്. ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ യൂസ്ഡ് ടു ട്രാൻസ്ഫർ ഡാറ്റ ബിറ്റ്വീൻ ഡാറ്റാബേസ് സെർവർ ആൻഡ് ക്ലയൻറ്റ്. ഓക്കെ. ഒരു ഡാറ്റാബേസ് സെർവറും ക്ലയൻറ്റും തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ ആണ് ടാബുലാർ ഡാറ്റാ സ്ട്രീം എന്ന് പറയുന്നത്. ഓക്കെ. Then it consists of classes for error handling and connection pooling. അപ്പോൾ ഈ system.data.sql client എന്ന് പറയുന്ന നെയിം സ്പേസിനകത്ത് കുറച്ച് ക്ലാസ്സുകളുണ്ട്. അവർ എന്തൊക്കെ ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യും? എറർ ഹാൻഡ്ലിംഗ് അതുപോലെ തന്നെ കണക്ഷൻ പൂളിംഗ് മെക്കാനിസംസ് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ക്ലാസ്സസും ഈ നെയിം സ്പേസിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. എറർ ഹാൻഡ്ലിംഗ് എന്താണെന്ന് നമുക്കറിയാം. ഇനി കണക്ഷൻ പൂളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കാണ്. ഇറ്റ് ഈസ് എ ടെക്നിക് ടു മിനിമൈസ് ദി കോസ്റ്റ് ഓഫ് റിപ്പീറ്റഡ്ലി ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് കണക്ഷൻസ്. ഓക്കെ. അപ്പോൾ എപ്പോഴും കണക്ഷൻ ഡാറ്റാബേസും നമ്മുടെ ഡാറ്റാ സെറ്റുമായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആപ്ലിക്കേഷനും ഡാറ്റാ സോഴ്സുമായിട്ട് കണക്ഷൻ ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നതിനുള്ള കോസ്റ്റ് മിനിമൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കണക്ഷൻ പൂളിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് റീയൂസസ് എക്സിസ്റ്റിംഗ് ആക്റ്റീവ് കണക്ഷൻ with same connection string instead of creating new connection when a request is made to database. അപ്പോൾ നമ്മൾ ഒരു ഡാറ്റാബേസിനകത്തോട്ട് കണക്ഷൻ റിക്വസ്റ്റ് വന്നു കഴിയുമ്പം ഓരോ പ്രാവശ്യവും പുതിയ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് പകരം എക്സിസ്റ്റിംഗ് ആയിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കണക്ഷൻ യൂസ് ചെയ്തിട്ട് ഡാറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഡാറ്റ ട്രാൻസ്ഫർ നടത്തുന്ന ഒരു മെത്തേഡിനാണ് കണക്ഷൻ പൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ.
അതായത് ഒരു ഡാറ്റാബേസ് ഉണ്ട്, ആ ഡാറ്റാബേസിലേക്ക് നമുക്ക് ആവശ്യമുള്ളപ്പം കണക്ഷൻ ഓപ്പൺ ചെയ്തു ക്ലോസ് ചെയ്തു അങ്ങനെ നിൽക്കുന്നതിന് പകരം ഒരു റിക്വസ്റ്റ് വരുമ്പം എക്സിസ്റ്റിംഗ് ആയിട്ട് ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു കണക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ആ റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന മെത്തേഡിനാണ് കണക്ഷൻ പൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് ഒത്തിരി മിനിമൈസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ടൈം വേസ്റ്റേജ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. Then next one പറഞ്ഞിരിക്കുന്നത് system.data.sql types. It provides classes for native SQL server data types. Native SQL server data typesന് വേണ്ട ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന നെയിം സ്പേസ് ആണ് system.data.sql types എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് ഡാറ്റ ടൈപ്സിന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഇൻറ്റ്, ഫ്ലോട്ട്, ഡേറ്റ്, ടൈം. ഈ പറയുന്ന ഡാറ്റ ടൈപ്സിന് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകളെ പ്രൊവൈഡ് ചെയ്യുന്ന SQL സെർവർ ഡാറ്റ ടൈപ്സ് ആണ് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ട ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന നെയിം സ്പേസ് ആണ് system.data.sql types എന്ന് പറയുന്നത്.